എന്റെ വണ്ടിയിൽ പാട്ട് വെക്കാൻ വിടൂല, വരും വയറ് ഖുർആനോത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രശസ്ത ഗായകി കണ്ണൂർ സീനത്ത് ഉമ്മയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. ആയിഷ ബീവിയെക്കുറിച്ച് ഒരു പാട്ട് പാടിയിട്ട് ആ പാട്ടാണ് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവിയാൽ മുഞ്ചും സമയന്താനെ എന്നുള്ള പാട്ട്. ആ പാട്ട് പാടുമ്പോൾ ചെറുപ്പക്കാരെ കൂടെ അന്യപുരുഷന്മാരെ കൂടെ സ്റ്റേജിൽ തുള്ളിക്കളിക്കുന്ന, ഡാൻസ് കളിക്കുന്ന, അതല്ലെങ്കിൽ ഡാൻസ് കളിച്ചുകൊണ്ട് ആടിത്തിമർക്കുന്ന ഒരു ഉമ്മ. അവർ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുഖമൊഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ പൂർണ്ണമായി മറച്ച്, മുടിയൊക്കെ മറച്ച്, പരിപൂർണമായി മുഖമൊക്കനൊക്കെ കുത്തി നല്ല സെറ്റപ്പിൽ തന്നെയാണ് സ്റ്റേജിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ബിരിയാണി എത്ര നന്നായിട്ടും കാര്യമില്ല, അത് വിളമ്പിയത് കൊളാമ്പിയിലായാൽ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ ബിസ്മി ചൊല്ലി കള്ള് കുടിക്കുന്നത് പോലെയാണ്. ശരീരത്തിൻ്റെ ആവറത്തുകളൊക്കെ മറച്ച് നല്ല മുഖമൊക്കനൊക്കെ ധരിച്ച് കൊണ്ട് സ്റ്റേജിൽ കയറി അന്യപുരുഷന്മാരെ കൂടെ പാട്ടുപാടി തുള്ളിച്ചാടുകയാണ്. അതിൽ യാതൊരു കാര്യവുമില്ല. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവിയെക്കുറിച്ചാണ് പാട്ടുപാടുന്നത്. ആ ആയിഷ ബീവിയുടെ മഹത്വമൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട വളരെ പ്രസിദ്ധയായ ആയിഷ ബീവി 2000-ലധികം വരുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ പണ്ഡിതയായ വലിയൊരു മഹദിയാണ് ആയിഷ ബീവി. 4 ഖലീഫമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം 4 ഖലീഫമാർ രാജ്യം ഭരിച്ച സമയത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ സംശയങ്ങളുണ്ടായാൽ മഹദിയായ ആയിഷ ബീവിയെ സമീപിക്കുകയും മറക്ക് പിന്നിൽ നിന്നുകൊണ്ട്, കർട്ടൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആയിഷ ബീവി അവർക്കുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അത്രയും കണിശമായി ദീനിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച മഹദിയായ ആയിഷ ബീവി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ഒരിക്കൽ കണ്ണു കാണാത്തതായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ വന്ന സമയത്ത്, കണ്ണു കാണാത്തതായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന സ്വഹാബി മുത്തുനബിയെ കാണാൻ വന്ന സമയത്ത് തൻ്റെ അടുത്തുള്ള ഭാര്യമാരോട്, ആയിഷ ബീവിയോടൊക്കെ റൂമിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ, മറൻ്റെ കർട്ടൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അന്ന് ആയിഷ ബീവി ചോദിച്ചിട്ടുണ്ട്, ഓ നബിയെ, എന്തിനാണ് മാറി നിൽക്കുന്നത്? അദ്ദേഹം കണ്ണു കാണാത്ത ആളല്ലേ, അദ്ദേഹം ഞങ്ങളെ കാണുകയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അവരോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ? നിങ്ങൾ കണ്ണു കാണാത്തവരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ എന്നാണ്. ആ രൂപത്തിൽ അന്യപുരുഷന്മാരെ തൊട്ട് മറഞ്ഞു നിൽക്കണം എന്ന് പഠിപ്പിച്ചതായ ആ മുത്തുനബി തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. 2000-ലധികം വരുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയായ ആയിഷ ബീവിയെക്കുറിച്ചാണ്. ആ ആയിഷ ബീവിയെക്കുറിച്ച് പാട്ടുപാടിയിട്ടാണ് ഇവർ തുള്ളിക്കളിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ ഒരു ഉമ്മയുടെ പ്രായം വെച്ച്, അതല്ലെങ്കിൽ എൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് അങ്ങയെ നിർത്തിക്കൊണ്ട് വളരെ ആദരവോടെ, വളരെ ബഹുമാനത്തോടെ പറയുകയാണ്, നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഈ രൂപത്തിൽ ശരീരമൊക്കെ മറച്ച് പരമാവധി ശ്രദ്ധിച്ചു കൊണ്ടൊക്കെ നിങ്ങൾ നടക്കുന്നൊരു ഉമ്മയും, ആ രൂപത്തിൽ നിങ്ങൾ ശരീരമൊക്കെ മറച്ച് നിങ്ങൾ സ്റ്റേജിൽ വന്ന് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ അതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മറ്റു പല വീഡിയോകളിലും അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ വണ്ടിയിൽ ഞാൻ പാട്ട് വെക്കാറില്ല എന്ന്, എൻ്റെ ഡ്രൈവറെ പാട്ട് വെക്കാൻ ഞാൻ സമ്മതിക്കാറില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, എൻ്റെ വണ്ടിയിൽ ഖുർആനാണ് ഇടാറുള്ളത്, ഖുർആൻ ഓത്താണ് ഇടാറുള്ളത്, അതേപോലെ വഅലാണ് വെക്കാറുള്ളത്. എന്ത് വഅലാണ് കേൾക്കാറുള്ളത്? അല്ലാഹു അഅലം. അതേപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോയിൽ, മറ്റു ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ പിന്നെ സ്റ്റേജ് പരിപാടിക്കൊക്കെ പോയി തിരിച്ചു വന്നാൽ അള്ളാഹുവുമായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളൊക്കെ
അഥവാ നിസ്കാരമൊക്കെ നിർവഹിച്ചിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്, റബ്ബിന് ശുക്ർ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്, അതൊക്കെ നല്ല ചിന്ത തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത്, അതല്ലെങ്കിൽ ഈ സ്റ്റേജിൽ കയറി അന്യപുരുഷന്മാരെ കൂടെ അവരെ കയ്യടിക്ക് വേണ്ടി, അവരെ ഫോട്ടോസിന് വേണ്ടി, അവരെ കൂടെ സെൽഫി എടുക്കുന്നതും മറ്റുമൊക്കെ പ്രശസ്തിക്ക് വേണ്ടി, നിങ്ങൾ റീച്ചിന് വേണ്ടി മറ്റൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ എൻ്റെ കബറിൽ ഒറ്റക്കായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ കബറിൽ ഒറ്റക്കായിരിക്കും. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അവരവരുടെ കബറുകളിൽ ഒറ്റക്കായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, ദുനിയാവിൽ ഓരോരുത്തരും ചെയ്ത സുഹൃതങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഫലം അവർ കബറിൽ അനുഭവിക്കും. എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ തിക്തഫലങ്ങളും കബറിൽ അനുഭവിച്ചേ അടങ്ങൂ. ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കബറിൽ നമ്മുടെ മരണത്തോടു കൂടെ തന്നെ യഥാർത്ഥ ജീവിതം നമുക്ക് തുടങ്ങുകയാണ്. അതുകൊണ്ട് ആ മരണത്തെ ഓർത്തുകൊണ്ട്, മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട്, ഖബറിനെ ഓർത്തുകൊണ്ട് നമ്മളൊക്കെ നന്നാവണം. നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് അന്യപുരുഷന്മാരോട് കൂടെ, അതും ആയിഷ ബീവിയുടെ ഒക്കെ പാട്ട് പാടിയിട്ട് തുള്ളിച്ചാടേണ്ടവരല്ല നമ്മൾ. എത്രയോ പാട്ടുകാരെ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വിളയിൽ ഫസീല, റംല ബീഗം പോലത്തെ എത്രയെത്ര പാട്ടുകാർ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും ഈ രൂപത്തിൽ തുള്ളിക്കളിച്ചിട്ടില്ല. അവരൊന്നും ഈ രൂപത്തിൽ അന്യപുരുഷന്മാരോടൊപ്പം സ്റ്റേജിൽ കയറിയിട്ട് തൻ്റെ ശരീരത്തിൻ്റെ ആകൃതികളും വണ്ണങ്ങളുമെല്ലാം വെളിവാക്കിക്കൊണ്ട് എല്ലാം പ്രകടമാകുന്ന രൂപത്തിൽ ഡാൻസ് കളിച്ച് തുള്ളിച്ചാടിയിട്ടില്ല അവരൊന്നും. അതുകൊണ്ട് നമുക്കൊക്കെ മരിക്കണം, നമ്മളിൽ കബറിൽ കിടക്കേണ്ടവരാണ് എന്ന ഒരു ബോധത്തോടെ നമ്മളൊക്കെ ജീവിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങളടുക്കലെങ്ങാനും എത്തുകയാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങളുടെ ജീവിതം നന്നാക്കണം. ഇനിയുള്ള ജീവിതം ഈ ഒരു പ്രായമായ അവസ്ഥയിൽ നേരത്തെ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിൽ അടങ്ങിയൊതുങ്ങി നമ്മുടെ മക്കളെയും വേരമക്കളെയും ഒക്കെ നോക്കി, മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാർ, 2 ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ദുആ ചെയ്ത് നമ്മുടെ പേരമക്കളെയൊക്കെ ഒന്ന് നോക്കി വീട്ടിൽ സന്തോഷത്തോടെ നേരത്തെ കഴിഞ്ഞു പോയ ജീവിതങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം തൗബ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് നമ്മളൊക്കെ കഴിഞ്ഞുകൂടേണ്ടതിന് പകരം ഈ ഒരു പ്രായത്തിലും നമ്മളൊക്കെ തുള്ളിക്കളിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഞരമ്പുകളിലൂടെയും രക്തം കൃത്യമായ രൂപത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നാം ഈ സംസാരിക്കുന്നതും തുള്ളിക്കളിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഞരമ്പിലൂടെ ഒഴുകുന്ന രക്തം ഒരു സെക്കൻഡ് സമയം നിന്നുപോയാൽ നമ്മുടെ ശരീരം തളർന്നു പോകുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കുഴഞ്ഞു പോകുന്നു, അതല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാതെ വരുന്നു, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുന്നു. എത്ര രോഗികളാണ് പ്രയാസപ്പെടുന്നത്, എത്ര രോഗികളാണ് കഷ്ടപ്പെടുന്നത്. ഒരു മുറുക്ക് വെള്ളം പോലും വായയിലൂടെ കുടിക്കാൻ കഴിയാതെ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള മുതലാളിമാർ പോലും ഒരു തുള്ളി വെള്ളം വായയിലൂടെ ഇറക്കാൻ കഴിയാതെ ട്യൂബിലൂടെ അകത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നവർ, അള്ളാഹു നൽകിയ സംവിധാനത്തിലൂടെ മലമൂത്ര വിസർജനം നടത്താൻ കഴിയാതെ ശരീരത്തിൽ ട്യൂബുകളും മറ്റും നിക്ഷേപിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്തുകൊണ്ട് അതിലൂടെ കാഷ്ടവും മൂത്രവും പുറന്തള്ളുന്ന എത്ര ആളുകളുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര യുവാക്കളുണ്ട്, എത്ര കാരണവന്മാരുണ്ട്, എത്ര പണക്കാരുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരം സദാസമയവും റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട്, അവൻ പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട്, അവൻ ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ ഇത് ദുനിയാവാണ്. നമ്മളെ കൂടെ ആടാനും പാടാനും ചാടാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടാകും, നമ്മെ സെൽഫി എടുക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ നമ്മൾ മരിച്ച് കബറിലെത്തിയാൽ ആ കബർ വരെയൊക്കെ നമ്മളോട് കൂടെ ആളുകളുണ്ടാകും. പക്ഷേ നമ്മളെ ആറടി മണ്ണിലേക്ക് വെച്ച്, മൂടുകല്ല് വെച്ച്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് വാരിയിട്ട് നമ്മെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് കൂട്ടിനുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്, നമ്മുടെ സുഹൃതങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുണ്ട് എന്ന് ഓർത്തുകൊണ്ട്
നമ്മളൊക്കെ നല്ലതുപോലെ ജീവിക്കണം, നമ്മളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും കേൾക്കുന്ന എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട്, ഇതെല്ലാം പറഞ്ഞത് വിശ്വാസികളോടാണ്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരോടാണ്, അല്ലാത്തവരോട് പറഞ്ഞിട്ടില്ല, അല്ലാത്തവർ അഭിപ്രായം പറയേണ്ടതില്ല, വിശ്വാസികളോട് മുഅ്മിനീങ്ങളോട് ആണ് ഇതെല്ലാം പറഞ്ഞത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.